ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എൻ്റെ മക്കളാണേയും ഞാനാണേയും എൻ്റെ പൊന്നുകുരിശ് മുത്തപ്പനാണ് സത്യം. ഞാൻ ആ പരിപാടിക്ക് പോയിട്ടില്ല കേട്ടോ. നാട്ടിൽ നിന്നല്ല, പിന്നെ ഗൾഫില് തെറ്റിയതൊരാളുള്ളേ. നാട്ടിലൊന്നും ഞാൻ പോയിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല, പോയിട്ടുമില്ല, പോവുകയില്ല. ഗൾഫില് ചെറുതായിട്ടൊക്കെ നീഗ്രോ, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ് അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈജിപ്തുകാരെയാണ് ഇഷ്ടം, നീഗ്രോനെ, കർമ്മന്മാരെ. എനിക്ക് കർമ്മന്മാരെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവരോടൊക്കെ കൂടെ ഒന്ന് എനിക്ക് ഞാൻ ഷോപ്പിലെ മുതലാളി ആയതുകൊണ്ട് എന്നെ കണ്ടിഷ്ടപ്പെട്ട് എന്നോട് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ എസ് പറഞ്ഞു, ചെയ്തിട്ടുണ്ട്. ഒരു 1.5 പരിപാടിയുള്ളൂ, ഓർക്കാൻ പോലും വയ്യ. നാട്ടിൽ വെച്ച് കളിച്ചിട്ടുണ്ട് ഞാൻ, അജുമാലും വെച്ച് കളിച്ചിട്ടുണ്ട്. ആണോ, നന്നായി പോയി. ഇപ്പം ഞാൻ വേണം, നീ കളിച്ചെങ്കിൽ നിന്റെ വാക്യം അത്ര. അല്ല പൊന്നു ചേട്ടാ, ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ബോയ് ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണല്ലോ. എനിക്കിവിടെ ബാറിലാണ് ജോലി. ബാറിൽ ജോലി ഒന്നുമല്ല. ആദ്യം ഞാൻ സ്പായിലായിരുന്നു, ഇവിടെ സ്റ്റാഫായിരുന്നു. അപ്പം ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. അത് കഴിഞ്ഞ് എനിക്ക് പൈസയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വെറും 2 വർഷം ഞാൻ നിന്നുള്ളൂ സ്പായിൽ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാശൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താക്കി, സ്വന്തമായിട്ട് സ്പാ തുടങ്ങി. സ്വന്തമായിട്ട് ഇപ്പോഴും ആ സ്വന്തമായിട്ട് സ്പാ തന്നെയാണ് ഞാൻ. ഇപ്പം എല്ലാം നിർത്തി. ഇപ്പം പിന്നെ ഓണറായി, സ്പായുടെ ഓണറായി ഞാൻ. ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെതായ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ. ബിജി നമുക്ക് സ്വന്തമായിട്ട് എനിക്ക് എൻ്റെതായ ഒരുപാട് വർഷങ്ങൾ, 2 വർഷത്തിന് മുന്നത്തുള്ള എൻ്റെ പേഴ്സണലി കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരൊക്കെ കൂടെ ചിലപ്പം നല്ല പുറത്തൊക്കെ നല്ല എന്താ പറയുക, പിക്നിക്കിനോ ബീച്ചിലോ കറങ്ങാനൊക്കെ ചിലപ്പം. ഇപ്പം മുതലാളിയായിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. സ്റ്റാഫുണ്ട്. ഞാൻ ചിലപ്പോൾ ഡിസംബർ, ഈ മാസം വരും. ഈ മാസം ചിലപ്പോൾ വരും, ചിലപ്പോൾ ഈ മാസം നാട്ടിൽ വരും. ചിലപ്പോൾ അയ്യോ സാധനം പോയി. ചിലപ്പോൾ അടുത്ത മാസം വരും. നാട്ടിൽ വന്ന് കാണാൻ പറ്റും. നാട്ടിൽ കാണാൻ താല്പര്യമുള്ളവരാരൊക്കെ? നാട്ടിൽ വന്ന് കാണാൻ ഉള്ളവരാരൊക്കെ? ഇല്ല, ഇങ്ങനെ എഴുന്നേറ്റല്ലേ ഉള്ളൂ. എഴുന്നേറ്റു. കാറിൽ സ്വാഗതം പറയാം. എന്നെ നിങ്ങൾ അറിയത്ത് പോലുമില്ല. ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് പോകാറില്ല. എന്തിനായിട്ടാ കാറ് സെക്സ് ചെയ്യേണ്ട ആവശ്യം? അതിനോട് എനിക്ക് സുഖമില്ല. സുഖിക്കണമെങ്കിൽ നല്ല റൂമൊക്കെ എടുത്ത്, നല്ല ബെഡ്റൂമൊക്കെ ഇട്ട്, നല്ല AC ഒക്കെ ഇട്ട്. AC വേണേ, എനിക്ക് AC ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നല്ല വണ്ടിയിലൊക്കെ പണി കിട്ടുന്നില്ല, ഡയറക്റ്റ് പോവുക, റൂം ബുക്ക് ചെയ്യുക, നല്ല AC ഒക്കെ ഇട്ട്, നല്ല വെട്ടമൊക്കെ ഇട്ട്, OG വെട്ടം ഓഫാക്കി, നല്ല എന്താ പറയുക, കുഞ്ഞ് എന്താ ബൾബ് പറയാ, 0 ബൾബ് ഇട്ട്, കുറച്ച് മുന്തിരി ആപ്പിളക്കാട വെച്ച് പാലൊക്കെ കുടിച്ചങ്ങ് ചെയ്യണം. അതല്ലേ സുഖം. എന്നിട്ട് വണ്ടിയിൽ എന്ത് പണി? എനിക്ക് വണ്ടിയിലൊന്നും എനിക്ക് ഇഷ്ടമല്ല. 2 ബീറും അടിക്കുക. യെസ്. ചേച്ചിയുടെ വീട് എവിടെയാ? എൻ്റെയോ? എന്തിനാ? വീട്ടിൽ പോവാനാ? എൻ്റെ വീട് പെരുമ്പാവൂര്. ഇതിലാരെങ്കിലും പെരുമ്പാവൂരുകാരുണ്ടാ?
പെരുമ്പാവൂരുകാർ നീ കൈപൊന്തിക്ക്, കൊച്ചിക്ക് വന്നാൽ കാണാം. ഞാൻ എൻ്റെ പൊന്നു ചങ്ങാതി ചേട്ടാ, ഞാനുണ്ടല്ലോ നാട്ടിലേക്ക് വരും, 10 ദിവസമേ ഉള്ളൂ. ആ 10 ദിവസം വരുന്നത് മക്കളുടെ കൂടെ എൻജോയ് ചെയ്യാനാ, അല്ലാതെ നാട്ടിലെ ആണുങ്ങളുടെ കൂടെ കറങ്ങിയെടുക്കാനല്ല. എനിക്ക് 3 മക്കളുണ്ട്. എനിക്ക് എത്ര വയസ്സാണെന്നറിയോ? 32 വയസ്സായി. ഞാൻ അങ്ങനെ ഒരാളെയും കാണാൻ പോകുന്ന ആളല്ല. ഞാൻ 7 വർഷ പ്രവർത്തനം, ഇതുവരെയായിട്ട് ഒരാളിനെ കാണാൻ ഞാൻ പോയിട്ടില്ല. പോവേ എനിക്കോട് താല്പര്യവും ഇല്ല. പിന്നെ നല്ല കാശരൊക്കെ ആണെങ്കിൽ ഓക്കെ, വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവും നാട്ടിൽ, അവരൊക്കെ വിളിക്കുകയാണെങ്കിൽ ഓക്കെ. ലോക്കൽസിനുള്ള ഞാൻ പോവില്ല. നല്ല വലിയ ജോലിക്കാരുണ്ടാവില്ലേ നാട്ടില്, മനസ്സിലായി? നല്ല നല്ല ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നോക്കാം, കോണ്ടാക്ട് ചെയ്താൽ മതി. ചേച്ചി പൊളിയാണ്. ആ നല്ല ജോലിക്കാരുണ്ടാവില്ല. പെരുമ്പാവൂർ എവിടെയാണ് നല്ല ജോലിക്കാർ, നല്ല ബിസിനസ്സുകാരോ അങ്ങനെ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാം. അല്ലാണ്ട് ഡ്രൈവർമാർ പക്ഷേ ഞാൻ ഡ്രൈവർമാർക്കൊന്നും കൊടുക്കൂല. ഡ്രൈവർമാർക്ക് കൊടുക്കൽ, ഡ്രൈവർമാർ കൂടെ ഒന്നും ഞാൻ കാണൂല. ബസ്സിലെ ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ, പെയിന്റ് അടിക്കാർ, ഉള്ളി ബിസിനസ്സുകാർ, ജോലിയുള്ളവർ. ഹായ്, തടി കുറയ്ക്കണം. ശുദ്ധത്തേമി എനിക്ക് വണ്ണോ? പൊന്നു ചേട്ടാ, എൻ്റെ ഈ വണ്ണാണ് എല്ലാവർക്കും ഇഷ്ടം. അറിയില്ല, പിള്ളേര് വന്നല്ലോ പറയുമ്പോ 22, 21 വയസ്സായ ചെക്കന്മാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, സുഖിച്ചാൽ മതി. നന്നായിട്ട് അറിയണം എല്ലാം. ഒന്നും മനുഷ്യരല്ലേ വിജി, അവർക്ക് ആശയം വിഷ്കന്മാരറിയും. ഹായ്, ഞാൻ പോട്ടെ. തന്നെ ഇഷ്ടമായി ആണോ? ആഹാ, നന്നായി. റേറ്റ് പറ ചേച്ചി. എനിക്ക് 23 ആയിട്ടുള്ളൂ. നല്ല പ്രായമല്ലേ? നല്ല പ്രായമല്ലേ? നാട്ടിൽ വന്നാൽ വിളിക്കുക, ക്യാഷ് പ്രശ്നമല്ല ആണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി. ഓപ്പൺ. ഹലോ ബിജി, ഹായ്. എന്നെ ഒന്ന് ഫോളോ ചെയ്യോ? പിന്നെ തീർച്ചയായിട്ടും. ഇനി ബിയർ അടിച്ചില്ലേ? കളൂടി നിർത്തി. നാട്ടിൽ എവിടെയാടോ? നാട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റുമോ? നോക്കാട്ടാ. ഹായ് ചേച്ചി, ഹായ്. ഓഫർ തരുമെങ്കിൽ ഞാൻ വരാം. ഓക്കെ, എനിക്ക് റീപ്ലൈ തരുമോ? റീപ്ലൈ തരാം. ക്യാഷ് എത്ര? അടുത്ത മാസം നാട്ടിൽ വരികയാണെങ്കിൽ അറിയിക്കൂ. തീർച്ചയായിട്ടും. ചേച്ചിയുടെ റേറ്റ് എത്രയാണ്? എടാ എങ്ങനെയാടാ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പെണ്ണോട് കിട്ടില്ല? എങ്ങനെയാടാ ഒരു പെണ്ണോട് ഇങ്ങനെ പച്ചയ്ക്ക് ഒരു ലേഡിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്നത്? അതും എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. വളരെ മോശം കേട്ടോ, വളരെ മോശമാട്ടോ. ഒരു ലേഡിയോടും, അത് ഒരു പ്രമുഖയോട്, വളരെ ഫേമസ് ആയി നടക്കുന്ന ഒരു സ്ത്രീയോട് ഈ ലൈവിൽ വന്നിട്ട് അയ്യേ ഇങ്ങനൊന്നും ചോദിക്കില്ലേ? അയ്യോ, അതിൻ്റെ റൂം കാണിക്കാൻ പറ്റത്തില്ല, കലമലായിട്ട് കിടക്കാം. ബാവുക്ക, അയ്യേ ക്യാഷ് ഒപ്പിക്കേണ്ട ചേച്ചി, അതാണ്. ഫിൽ കളിച്ച കഥ പറയുമോ? ഇന്ന് കേൾക്കട്ടെ. ഗൾഫിൽ കളിച്ച കഥ പറയാമോ? ഞാൻ ഗൾഫിൽ ആർക്കും കൊടുത്തിട്ടില്ല. ഭർത്താവ് എന്ത് ചെയ്യുന്നു? അയ്യേ, ആ മൈന ചത്തുപോയി. ഞാൻ 10 വർഷമായി. 10 വർഷമായി. എൻ്റെ ബയോയിൽ നമ്പർ എടുപ്പുണ്ട്. പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ തരുമോ? എൻ്റെ പൊന്നു മോനെ, അത് മാത്രം പറയില്ല. ഫോട്ടോ സെൻഡ് സം. ഉമ്മ വരുമോ? ഞാൻ പോട്ടെ.